റഹീമേ, ബോക്കർ ബാവന്റെ ധൃതിയിലൊരു വരവുണ്ടല്ലോ. അതെന്താ അറിയോ? ഇന്നലെ മോളെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ചെക്കനായിട്ട് വന്നിരുന്നു. എവിടുന്ന്? അത് കോട്ടക്കന്ന്. അതിന്റെ കാര്യമായിട്ട് പറയാനാവും. എന്നാ അതായിരിക്കും ആ വരവ്. അസ്സലാമലൈക്കും. വലൈക്കും എന്താ കഥ? ഇവിടെ വന്നിരിക്കുക രണ്ടാളും. എത്ര നേരമായി നിങ്ങൾ രണ്ടാളും അന്വേഷണം അറിയത്? എന്റെ മോളെന്തായാലും ഒരു പാർട്ടിയായി കാണിച്ചു കൊടുത്തിട്ടേ അവർക്ക് ഇഷ്ടപ്പെട്ടിരിക്കണേ. ഒന്ന് പോയി അന്വേഷിച്ചാലേ നല്ല കാര്യമാണത്. അതെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മോക്കൊരു കാര്യം വന്നു. അതാണ് കോട്ടക്കന്ന്. അസല് കാര്യമാണിത്. നല്ല കൂട്ടറാണ്. ആ കാര്യം വിടണ്ട. ഒറ്റ മോനുള്ളോ, എഞ്ചിനീയറാണ്. പോരാത്തിന് ഗൾഫിലും. കുട്ടീനെ പറ്റിയോണ്ടേ നാളെ തന്നെ ചെല്ലാൻ പറഞ്ഞേ. പുതിയിട്ട് ഞാനിപ്പോ ഒരു കല്യാണം നടത്താൻ പറ്റി ചുറ്റുപാടിലൊന്നും അല്ല. എന്റെ കാര്യം ഇപ്പൊ എനിക്കറിയാലോ. ഞാൻ അടുത്ത വർഷമൊക്കെ സാവാസം മതി എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. അത് പറ്റൂല. കുട്ടികൾക്ക് നല്ല കാര്യം വരുമ്പോഴേ നമ്മൾ നടത്തി കൊടുക്കണം. ആ കാര്യം ഒന്ന് അന്വേഷിച്ചാൽ രണ്ടാളും ഉപയോഗിക്കാണ്ട് നടക്കാനുള്ള പരിപാടി നോക്കി. അതിന് ബാവ, ഞാൻ എന്നോട് ധൃതി പിടിച്ച് കല്യാണം നോക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞ് മോക്ക് കല്യാണം നോക്കണ്ടേന്ന് വെച്ച് നോക്കണം എന്നാ പറഞ്ഞപ്പോ ഇജ്ജ് കൊണ്ടരലും കാണിച്ചു കൊടുക്കലും എല്ലാം കഴിഞ്ഞു. അതിന് എന്റെ മോക്ക് 18 വയസ്സും 8 മാസം 2 ദിവസമായിക്കണേ. ഇനി എവിടേക്കാ പാത്തിക്കണേ? അല്ല, ഇത്ര കറക്റ്റ് എങ്ങനെ അറിയില്ലേ? അതാണ് ഈ ബ്രോക്കർ ബാവ. ഈ മയിലിലെ എത്ര പെൺകുട്ടികളുണ്ടെന്നും അവർക്ക് 18 വയസ്സ് എപ്പോഴാവുന്നും ഒക്കെ ഈ ബാവാന്റെ ഡയറിയിലുണ്ട്. കയറി കൃത്യമായിട്ട്. എന്നിട്ട് 18 വയസ്സാലേ ബ്രോക്കർ ബാവ അവിടെ എത്തും. കാര്യങ്ങൾ ഉണ്ടാക്കും. എന്റെ ചേച്ചിയുടെ പണിക്ക് ഒരു ആത്മാർത്ഥമാണ്. കാര്യങ്ങൾ കൂടി വരുമ്പോഴല്ലേ പറയുമ്പോ വെട്ടണം. ഇതൊന്നും ഇപ്പൊ ആരും ഒരുക്കിച്ചില്ല. അതൊക്കെ അതിന്റെ മട്ടമ നടത്തോളും. എന്നാ നമ്മളതാണ് പോയി നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോഴല്ലേ. നിങ്ങളിതാ പോയി നോക്കിട്ട് വരി ആ കാര്യം. എനിക്കിന്ന് 18 3 കുട്ടികളെ കാര്യം പോയി വെക്കണ്ടേ. ഞമ്മക്കുള്ള ഇങ്ങോട്ട് പോന്നോട്ടെ. അപ്പൊ ബുദ്ധിമുട്ടിയേ, നമ്മളിപ്പോ പോയി അന്വേഷിച്ചതൊക്കെ നല്ല കാര്യമായിട്ടല്ലേ നമുക്ക് തോന്നുന്നത് അല്ലേ? നല്ല പാർട്ടിക്കാര്. അപ്പൊ ഇനിയിപ്പോ നമ്മളെന്താ ബാക്കി കാര്യങ്ങള് നമ്മള് ബാവാനെ കാണാം. ബ്രോക്കർ ബാവാനായിട്ട് കണ്ടിട്ടേ അന്വേഷിച്ചിട്ട് വേണ്ട എങ്ങനെയൊക്കെ ചെയ്യല്ലേ. ബാക്കിയുള്ളൊക്കെ നമുക്ക് നമ്മളെ വിദ്യാലയം വരും. നമ്മൾ അന്വേഷിക്കാൻ വിട്ട ടീമുള്ള വരണ്ട്. ബ്രോക്കർ ബാവാ നിക്കണേ. നമ്മളെ കാത്തിക്കണ ആളെ കണ്ടക്കണ കൊണ്ടുണ്ട്. നമ്മൾ എങ്കോടിക്ക് വിട്ട പാർട്ടിയാളെ എന്തൊക്കെ ആയി നടന്നു അന്വേഷിച്ചോട്ടെ. അവിടെയാണല്ലേ? അത് ശരി. എന്തൊക്കെ ആയി? കുഴപ്പമില്ല, അന്വേഷിച്ച്. അല്ല അച്ഛല്ലേ? നല്ല പാർട്ടിയല്ല? ബൗത്ത് അച്ഛല്ലേ? അതല്ലേ ബ്രോക്കർ ബാവ. എന്നാ പിന്നെ നമ്മളെ അടുത്ത സ്റ്റേജിൽ കണ്ട് കിടക്കാം. മുട്ടായി കൊടുക്കലോ പണ്ടം കെട്ടലോ ഒക്കെ നടത്താനുള്ള പരിപാടി നോക്കിക്കോളിങ്ങള്. ആയിക്കോട്ടെ ബുദ്ധിമുട്ടിയേ. അങ്ങനെ ആക്കാം നമുക്ക്. എന്നാ പിന്നെ നമ്മള് ബാബക്കാനോട് വിവരം അറിയിക്കാം. അറിയിക്കാം. എല്ലാരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഓക്കെ. പിന്നെ ഞാനോട് പോവാ. എന്തേലും കൊറേ നടക്കാനൊക്കെ ഉള്ളതല്ലേ. ആയിക്കോട്ടെ, ഞാൻ തരൂല. അങ്ങനെ ഇപ്പൊ കല്യാണത്തിന് ദിവസം ഇങ്ങനെ അടുത്ത് വരികയാണ്. ഓർക്കുമ്പോ വല്ലാത്ത ബേജാറില്ല. എന്താ വെച്ചാൽ കയ്യിലൊരു പൈസ ഇല്ലേ, എന്താ ചെയ്യാ നിനക്കൊരു പിടുത്തം കിട്ടണില്ല. റഹീം, അങ്ങനൊക്കെ തന്നെ ഇതിന്റെ കാര്യം. നേരം ആവുമ്പോ എല്ലാം നടക്കും. ആരും ഇത് ഒരുക്കി വെച്ചിട്ടല്ല. എന്നാലും ഇജ്ജ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അല്ല, കയ്യിലൊന്നും ഇല്ലേ, അല്ലാത്തൊക്കെ നടക്കും റഹീമേ. അല്ല, ഞാൻ എന്നോട് പറഞ്ഞില്ല, ഞാനിപ്പോ ഒരു കല്യാണത്തിന് കരുതിയതല്ലായിരുന്നില്ല. ഓൻ കുട്ടീനെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിന് വരലും ശരിയാലൊക്കെ കഴിഞ്ഞ്. അതൊന്നും സാരില്ല എന്റെ റഹീം. അതൊക്കെ നേരാകുമ്പോൾ നടന്നോളൂ. ഇജ്ജ് മറ്റുള്ള പരിപാടി നോക്ക്. കയ്യിൽ നേരെ ഒരു പൈസ ഒത്തു വന്നിട്ടില്ല. ആ ഒരു പ്രയാസം കൊണ്ടൊന്നും ശരിയായിക്കോളൂല്ലേ. എന്താ റബ്ബനി കാട്ട, മൊത്തം കടത്തിലാണല്ലോ. നാളെ ഇപ്പൊ പണ്ട് കൊടുക്കണം. ഒരു വഴിയില്ലല്ലോ റബ്ബ്. ഞാൻ ഇപ്പൊ എന്നെ വിളിച്ചത് എന്താണെന്നറിയാം? നമ്മളിപ്പോ കല്യാണത്തിന് ദിവസമായി, പണ്ടത്തെ എടുത്തിട്ടില്ല. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ പൈസ കൊടുക്കാനൊന്നുമില്ല. ഇപ്പം കടാറ്റി ഏതെങ്കിലും ജ്വല്ലറി എന്റെ പരിചയക്കാർ അങ്ങനെ ഞാൻ അറിയുന്ന എന്റെ ഒരു സ്നേഹിതൻ. അപ്പൊ അവനോട് ഞാൻ സംസാരിക്കാം. ഇപ്പോ കല്യാണം കഴിഞ്ഞ ദിവസം അല്ല, അതെന്തെങ്കിലും നമുക്ക് എങ്ങനെങ്കിലും ഒപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കലേ. ഒരു കാര്യം നടക്കണല്ലോ. കാരണം ഒരു വലിയ ഉപകാരമായിരുന്നു. ഇപ്പൊ കല്യാണത്തിന് ആരെങ്കിലും ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ആളുകൾ വിചാരം നമ്മളെ കയ്യിലൊക്കെ പൈസ ഉണ്ടെന്നുള്ളത്. നമ്മളെ കാര്യം നമുക്കെല്ലാം അറിയുള്ളൂ. പിന്നെ ഇപ്പോ കൊടുത്തിട്ടുണ്ടാവില്ല. കൊടുത്ത പൈസകളൊന്നും ഇപ്പൊ നമ്മള് ഇങ്ങനെ സഹായിക്കാൻ തോന്നുന്നു അറിയില്ല. നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പണ്ടത്തിന്റെ കാര്യമാവുമ്പോൾ ഏർപ്പാടാക്കി.
അസ്സലാമലൈക്കും. ഞാൻ കല്യാണത്തിന് പോവാ. ഞാൻ കല്യാണത്തിന് പോയി പോന്ന്. നല്ല കുട്ടൻ ബിരിയാണി പള്ളറച്ച് തിന്നു. പൈസന്റെ പരിപാടിയാണ്. ആരും ഇവിടെ കൊടുക്കണില്ല, ഒരാളും കൊടുക്കണില്ല അവിടെ. ഇത് വല്ലതും കൊടുത്തു നോക്കിയ പൈസ ആളെ വസലാക്കലാ. ഓൻ പല ബിസിനസ് ആയിട്ട് നടക്കുന്ന ആളല്ലേ, ഓൻ അതിനൊന്നും ആവശ്യമില്ല. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോയാ ആയിക്കോട്ടെ. കല്യാണം കഴിഞ്ഞ് വരിക. കല്യാണം കഴിഞ്ഞാലാണ്. ഞാൻ കല്യാണത്തിന് കണ്ടു പോവാണ്. ഈ കൊലത്തിലോ? ഇതൊക്കെ മതി. കല്യാണം എങ്ങനെയുണ്ട്? സൂപ്പർ കല്യാണാണ്. അല്ല അവിടെ പൈസന്റെ വലിയ പരിപാടി? അങ്ങനത്തെ ഒരു പരിപാടി തന്നെ ഇവിടെ ഇല്ല. എത്തപ്പ എന്റെ പോക്കറ്റിലൊരു കവറൊക്കെ. അത് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കണേ കൊടുക്കാച്ചിട്ടുണ്ടോ? അതിപ്പോ ചിഞ്ഞ അവിടെ പോയി കൊടുക്കാൻ നിക്കണ്ട. സംഗതി അവൻ 1-2 പരിപാടിക്ക് നമുക്ക് പൈസ തന്നതാണ് എന്ന് കരുതിയിട്ട് നമുക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അതാ ഞാനും പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ പോവാം. എന്നാ പോയി പറയാം. എന്താപ്പ അത് കോലം? കുഞ്ഞാക്ക കല്യാണത്തിന് പോവുക? കല്യാണത്തിന് ഞാനുണ്ട്. എന്നാ പോരെ. എന്താ മണ്ണ് നീച്ചു വരാ, കല്യാണത്തിന് പോവല്ല, ഈ വളർത്തി പോവാ. ഈ കോലക്ക് മതി, മാറ്റാലും ഞാനെന്നല്ലേ. നിങ്ങളിപ്പോ നടന്നാല് ഞാനണ്ട് എത്തൂല. ബിരിയാണി കാര്യം ഞാനവിടെ പോകും. എന്നാ ചെല്ലേ. അല്ലടോ, ഇത്ര വേഗം ബിരിയാണി കൊണ്ടിട്ട് പോകാ. ഞാനാണ്ട് ചെന്നപ്പോൾ സെക്യൂരിറ്റിക്ക് ഒരു മാഞ്ഞാണോ, നിങ്ങൾക്കുള്ള സമയമായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളാണ് പോയി. അയാൾ എന്നെ കണ്ടപ്പോഴേ ഞാനൊരു പാണ്ഡിനാണെന്ന് തോന്നിയിരിക്കണേ. അതാണ് ഞാൻ പറഞ്ഞത്, കിട്ടണ്ടേ കിട്ടുമ്പോഴേ തോന്നണ്ടേ. ഞാൻ ഇനിയൊരു ഷാറുഖാനായിട്ടൊരു വരവില്ല. പിന്നെ കല്യാണം അങ്ങനെ കൂടിയാണ് കഴിഞ്ഞ്. അതെ. പക്ഷെ പൈസ ഒന്നും അങ്ങനെ തന്നില്ല. ഞാൻ പറഞ്ഞില്ല എന്നോട്. അത് ഞാനേ നമ്മള് സൈനുദ്ദീൻ അവിടെ നേരത്തെ കല്യാണത്തിന് എത്തിന്ന്. അപ്പൊ എല്ലാരോടും പറഞ്ഞിട്ട് അവിടെ ഒന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞ്. അപ്പൊ അതായിരിക്കുന്ന കാരണം എനിക്കൊരു തോന്നല്. ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മള് കൊടുത്തിട്ട പൈസ കിട്ടിയാൽ തന്നെ, പകുതി കിട്ടിയാൽ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്താ ചെയ്യാ, നമ്മളൊക്കെ പൈസ ഉണ്ടാവും എന്നുള്ളൊരു ധാരണായിരിക്കും ജനങ്ങൾക്ക്. അതെ. അല്ല റഹീമേ, ആ ജ്വല്ലറിക്കാരിപ്പോ 2 വായിച്ചത് അവധി പറഞ്ഞാണല്ലോ നമ്മള്. അയാൾ എനിക്കും വിളിച്ചിരുന്നു. ഇപ്പൊ എന്താ ചെയ്യാ, പൈസ ഒന്നും കയ്യിൽ ഒത്തിട്ടില്ല. 2 പ്രാവശ്യം നമ്മൾ അവധി പറഞ്ഞതോട് അപ്പൊ ആ കാര്യത്തിൽ വലിയ വിഷമത്തില്ല. പിന്നെ വേറെ 12 ആൾക്കാരും മറ്റതൊക്കെ എനിക്ക് വിളിച്ചിരുന്നു. പൈസ ഇപ്പൊ എല്ലാവർക്കും കൊടുക്കാണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു തീരുമാനം എടുത്തേക്കണം. ബുധനാഴ്ച നമുക്ക് എങ്ങനെയെങ്കിലും അത് കൊടുക്കാൻ പറ്റുമോ നോക്കാം. അല്ല, ബുധനാഴ്ച ഇനിയൊരു അവധി പറയുകയാണെങ്കിൽ പോലെ അവിടെ വന്നിട്ട് ആ പെണ്ണിന്റെ പണ്ടൊക്കെ ഊരിക്കൊണ്ടു. അത് ഞമ്മക്കൊരു മോശത്തരാവും. ഞമ്മക്ക് മാത്രമല്ല, ആ പെണ്ണിനെ കെട്ടിച്ച ആ ടീമിനും. സാറല്ലേ, നമുക്ക് ബുധനാഴ്ച കൊടുക്കാം. തീരുമാനം ബുധനാഴ്ചക്ക് അവധി പറഞ്ഞോളൂ. അവധി പറയാം. ബുധനാഴ്ച എന്തായാലും എത്തിക്കാന്ന് പറയാം. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇല്ല, മാറ്റം ഉണ്ടാവില്ല. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ കാണാൻ വേണ്ടിട്ടാണ് വരാൻ നിൽക്കിയത്. എന്തുണ്ടായി? ഞാൻ കാണാൻ വന്നത് എന്താ അറിയോ, ഒരു 50,000 റുപ്യ അത്യാവശ്യമായിട്ട് കിട്ടേണ്ടിയിരുന്നു. എന്തെങ്കിലും നമുക്കൊരു എത്തിസിന് തിരിക്കാൻ പറ്റുമോ? ഒന്നും പറയണ്ട, അർജന്റായിട്ട് 1-2 ആളുകൾ ആ പൈസ കൊടുക്കാനുള്ള ചോദിക്കുന്നുണ്ട്. അല്ല, എന്താ ഇപ്പൊ കാട്ടുക? ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കാം, എവിടെന്നെങ്കിലും കിട്ടുമെന്നുള്ളത്. എന്തായാലും കാര്യമായിട്ടൊന്ന് ശ്രമിച്ചു നോക്ക്. ബന്ധുവായിട്ട് സ്നേഹിതനായിട്ട് ഇപ്പം എന്നോട് തന്നെ പറയാനുള്ളൂ. അത് ഇടങ്ങാറായിക്കണം. ഇപ്പോൾ ആ പൈസ കിട്ടിയില്ലെങ്കിൽ ആകെ ബസ്സിലാവും. അല്ല, എന്താ ഇപ്പൊ ചെയ്യാ? നമ്മളാ സുബേറാജില്ലേ, മൂപ്പരൊക്കെ കിട്ടുമോ? കിട്ടും. മൂപ്പര് രാഷ്ട്രീയപരമായിട്ട് മറ്റൊക്കെ എന്നോടൊരു വിരോധമുള്ള ആളാ. പൈസ തരുമോ? തരും, അതൊന്നും ഇത് നോക്കണ്ട. പക്ഷെ അയാൾക്ക് കറക്റ്റില്ല പൈസ കൊടുക്കേണ്ടി വരും. നമുക്ക് എങ്ങനെയും ഒപ്പിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ കാര്യം നടക്കണല്ലോ. ഏതായാലും നമുക്ക് നോക്കാം. അതിനെ പറ്റി പോയി നോക്കാം. അല്ല റഹീമേ, അതിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള മാർഗമില്ലടോ. ഭാര്യ വീട്ടിൽ നിന്ന് അവളെ അവകാശമായി കിട്ടിയ 10 സെന്റ് സ്ഥലം ഉണ്ട്. അതെ, അതൊക്കെ നമ്മൾ ആ ബിസിനസ്സിൽ നഷ്ടം വന്നന്ന് വിറ്റിക്കാണ്ടല്ലേ ആ കടക്കെ വീട്ടിയത്. അതെ, ശരി. ഇപ്പൊ നമ്മളെ പറമ്പും പേരെയും അതും പണയത്തിലാണല്ലോ. അല്ലെങ്കിൽ അത് പണയം വെച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും വല്ല മാർഗം ഉണ്ടെങ്കിൽ അതിനൊരു മാർഗം ഇല്ലാതായല്ലോ. ഏതായാലും ബേജാറാണ്ട. അതൊക്കെയാണ് ഇപ്പൊ അവസ്ഥ. നമ്മൾ ഏതായാലും അയാളെ പോയി നോക്കല്ലോ. നമുക്ക് നോക്കടോ.
ആ അജയർ അവിടെ ഉണ്ടാന്നാവോ? ഉണ്ടായാൽ മതിയായിരുന്നു. ആ ഉണ്ട് കേട്ടാ. ട്ടാ, പറയുന്നു രക്ഷപ്പെട്ടു. ഉണ്ട് ഉണ്ട്. അള്ളാ പടച്ചോനെ. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. കേറി ഇരിക്കേ. എന്തൊക്കെയുണ്ട് അജയ് വിശേഷങ്ങളൊക്കെ? ആ അങ്ങനെ പോകുന്നു, ആ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലേ? ഇല്ല. അജയരെ ഞങ്ങൾ പോകുന്നത് ഒരു 50,000 റുപ്യ ഒരു 4 ദിവസത്തെ ക്യാപ്പിന് ഒന്ന് തിരിച്ചു തരണം. എന്നാ വെച്ചാൽ ഇവന്റെ മകളെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 50,000 ഉറുപ്യ ഇവിടെ കൊടുന്ന് വെച്ച പൈസ ഒന്നും ഇല്ല. ഇപ്പൊ നമ്മളാ ജയിലിൽ കിടക്കണ്ടല്ലോ റഹീം എന്ന് പറഞ്ഞ അതെ സൗദിയില്, അതെ ഓനക്ക് വേണ്ടിട്ട് ഒരു പിരിവ് നടക്കണ്ടല്ലോ. അതെ അവനക്ക് വേണ്ടി ഇപ്പൊ 2 ലക്ഷം ഉറുപ്യ നമ്മളാണ് കൊടുത്തു. ഇനിയിപ്പോ ഇവിടെ കയ്യിലൊന്നും ഇല്ല. അജയരെ നിങ്ങളത് പറയല്ലേ, എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിച്ചാട്ടി. ബുദ്ധിമുട്ടാണ്, നിങ്ങളെ കണക്കാക്കി വന്നാണ് ഞങ്ങൾ. മൊയ്തി കുട്ടിയെ പൈസ ഞാൻ തരാം, പക്ഷെ കറക്റ്റ് സമയത്ത് ഞാൻ പൈസ എനിക്ക് തിരിച്ചു തരണം. അതൊക്കെ തരാം. ഞാൻ എന്നെ വിചാരിച്ചാൻ തരുന്നതാണ് കേട്ടാ. തരും. എന്നാ പിന്നെ ഇജ്ജ് ഉച്ചരിഞ്ഞിട്ട് പോരാ. ഞാൻ എനിക്ക് 1-2 സ്ഥലങ്ങളിൽ പോവാണ്ട്. ആയിക്കോട്ടെ. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ഇവിടെ കുടിക്കാരെ ഏൽപ്പിക്കാം. പക്ഷെ പൈസ കറക്റ്റ് ആയിട്ട് എത്തിക്കണം. ഞാൻ എന്നെ വിചാരിച്ചിട്ടാണ്. അത് നിങ്ങൾ ബേജാറാണ്ട, അത് ഞാൻ ആക്കി തരാം കേട്ടാ. ഇൻഷാ അല്ലാ വലിയ ഉപകാരമായി. ഓക്കെ, അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പിന്നെ എന്തൊക്കെ വിശേഷമൊക്കെ? അൽഹംദുലില്ലാ സുഖമായി പോണ്. ഞാൻ വന്നതേ കുറച്ച് പൈസൻ്റെ ഒരു അത്യാവശ്യമുണ്ട്. എന്തെങ്കിലും കുറച്ച് പൈസ തിരിമറിയുണ്ടാവും അവിടെ. മോളെ കല്യാണം കൂടി കഴിഞ്ഞ് കുറച്ച് കടത്തിലാണ്. അപ്പോൾ കുറച്ച് പൈസ ഒക്കെ അത്യാവശ്യം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ അധികം വൈകാതെ തിരിച്ചു തരാം. എന്തെങ്കിലും കുറച്ച് പൈസ തരാനുണ്ടാവുമോ? റഹീംക്ക, ഞാൻ നിങ്ങളോട് പറയണോണ്ട് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കേണ്ട. ഞാനിപ്പോൾ ഫണ്ട് തിരിമറിയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അതായത് റഹീംക്ക, ഞാനൊരു ഫണ്ട് പിരിവിലാണ്. സൗദിയിലുള്ള ജയിലിൽ കിടക്കുന്ന റഹീമിന് വേണ്ടിയിട്ട് ഒരു 6 ലക്ഷം രൂപ ഞാൻ പിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അത് ഇനി ഒരു ആഴ്ച സമയം അങ്ങോട്ടേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നോക്കട്ടെ. പരമാവധി കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കിയിട്ട് വല്ലതും ശരിയാകുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. റഹീംക്ക, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ലോകം മുഴുവൻ പടാപ്പാട് പെടുന്നത്. 34 കോടിയോളം രൂപയാണ് നമുക്ക് ചിലവുള്ളത്. നിങ്ങളെക്കൊണ്ട് കഴിയണത് നിങ്ങൾ തന്ന് സഹകരിക്കണം. ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ അല്ലേ? എന്നാൽ ഞാൻ പോട്ടെ. ഞാനിങ്ങനെ പൈസൻ്റെ വല്ലാത്ത ബുദ്ധിമുട്ടുകൊണ്ട് ചോദിച്ചതായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിയ മാതിരിയൊക്കെ ചെയ്യോണ്ടി കേട്ടാ. പോട്ടെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഹലോ, ആ പൈസ എത്തിച്ചേരാം കേട്ടോ. ഉടനെ എത്തിച്ചേരാം. കയ്യിൽ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ്. ഇല്ലല്ലേ, വൈകൂല. ഓക്കെ, എത്തിക്കാം. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മൊയ്തി കുട്ടിയാ, നാളെ ഞാൻ പൈസ തരാനുള്ള ദിവസം ആ മറക്കണ്ട. ഓർമ്മ ഉണ്ട് അജയരെ, ഞാൻ ഓനോട് പറഞ്ഞിട്ടുണ്ട് ട്ടാ. നാളെ എത്തിച്ചേരും. ആയിക്കോട്ടെ. എന്നാ ശരി, ഓക്കെ. എന്താ ഇനിയിപ്പോൾ ചെയ്യുക? ഒരു നിവൃത്തിയില്ലല്ലോ. എല്ലാവർക്കും പൈസ കൊടുക്കുന്ന ദിവസമായി. ഇപ്പോൾ ഒരു മാർഗം മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാൻ. സ്വയം ജീവനെടുക്കുക. അത് എല്ലാവരോടും പറഞ്ഞാൽ ബുധനാഴ്ച തന്നെ ആവട്ടെ.
ആ മൊയ്തീൻകുട്ടി. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അല്ല റഹീമേ, ആ ജ്വല്ലറിയിലെ പൈസ കൊടുക്കുന്ന ദിവസമായിക്കണല്ലോ. ആയിക്കോട്ടെ, അത് നമുക്ക് ബുധനാഴ്ച കൊടുക്കാം. പിന്നെ ഇനി 4 ദിവസം ഉള്ളൂട്ടാ. അതെ 4 ദിവസമുള്ളൂ, എനിക്ക് ഓർമ്മ ഉണ്ട്. ആചാര പൈസന്റെ ദിവസമായിക്കണട്ടാ. ആചാര പൈസ നമുക്ക് ബുധനാഴ്ച കൊടുക്കാം. എന്തൊക്കെ ഇപ്പൊ മാർഗം കണ്ട്? അതൊക്കെ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് ബുധനാഴ്ച അറിയാം. വേറെ എന്തൊക്കെ ഉണ്ട്? സുഖമായിട്ട് പോണ്. ഓക്കെ, നാളെ കാണാം. ഇതെന്താ മക്കളെ ഒരു ബക്കറ്റൊക്കെ ആയിട്ട്? ഇതൊരു ഫണ്ട് പിരിവാണ്. എന്തിലൊന്ന് തരി. ജയിലിൽ കിടക്കുന്ന റഹീംഖാനെ രക്ഷിക്കാനുള്ള ഫണ്ടാണ്. 4 ദിവസമുള്ളൂ, എന്തിലൊന്ന് തരി. ഞാനും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മക്കളെ. എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും ഫണ്ട് കിട്ടുമോ? അതെന്താ, നിങ്ങളെ തൂക്കിക്കൊല്ലാൻ പോവാ? മക്കളെ, ഒരർത്ഥത്തിൽ എന്നെ തൂക്കിക്കൊല്ലാൻ പോവാണ്. അതാരെ നിങ്ങളെ തൂക്കി കൊല്ലുന്നു? അതേ മക്കളെ, ഇന്നെ തൂക്കുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളെ ഫണ്ടൊക്കെയുള്ള ഒരു സംഭാവന എൻ്റെ വക. അയാളെന്താ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. സ്വയം മരിക്കുക എന്നൊക്കെ പറഞ്ഞാലേ അത് ജീവിതത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടാണ്. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആരോടും പറയാത്തൊരു ഒളിച്ചോട്ടം. നിസ്സാര കടം വീട്ടാൻ കഴിയാതെ എത്രയേ ആളുകൾ മരണത്തിൽ അഭയം തേടും. കോടികൾ കൊടുത്ത് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ എന്നെ പോലെയുള്ള നിസ്സഹായരെ കണ്ടെത്താൻ സാധിച്ചാൽ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഈ പുഴ ഇനിയും ഒഴുകും, ഒഴുകിയൊഴുകി കടലിൽ ചേർന്നു തിരയായി മാറും. തിര കയറി കടപുഴകി തകരുന്ന കരയുടെ കണ്ണുനീരിനി ആരു കാണും? മരണമേ നീ നനയ്ക്കാതെ വരുവാതിരിക്കുവാൻ എത്ര പ്രാർത്ഥിച്ചതാണിത്ര നാളും. മരണമേ നിനക്കെന്നോട് പിണക്കമില്ലെങ്കിൽ കൊണ്ടുപോകാമോ എത്രയും വേഗം? ഹൃദയം കത്തിക്കയറി ശിരസിൽ അഗ്നി ഉയരുമ്പോൾ മരണത്തിൽ അഭയം തേടുകയല്ലാതെ എന്തു മാർഗം? എൻ്റെ സ്വപ്നങ്ങൾ കത്തിയമരുന്ന നേർത്ത വെട്ടത്തിൽ എന്നെ നോക്കിച്ചിരിക്കുന്ന മരണത്തെ കാണുന്നു ഞാൻ. പാതി മരിച്ച ഞാൻ ആരോടൊക്കെയോ ചിരിക്കുന്നത് എൻ്റെ പതിവ് മാത്രം. എൻ്റെ കിനാക്കളെല്ലാം പൊതിഞ്ഞു ഞാൻ പോകുന്നു. എൻ്റെ മരണത്തിൻ കുരുക്കു തീർക്കാൻ സമയമായി. ഈ പുഴ ഇനിയും ഒഴുകും. കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള 34 കോടി രൂപയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത.